എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും ഒരു ചെറു പുഞ്ചിരിയിൽ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് പടർന്നു കയറാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പറയുന്നത് വെറുതെയല്ല. കാരണം പടർന്നു കയറിയ ആ മനുഷ്യനും ഒരു നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞ് കടന്നു വന്നവനാണ്. തന്റെ നാടിനെ കേരളം എന്ന സംസ്ഥാനത്തിൽ മലയാളികളുടെ മുക്കിലും മൂലയിലും അവരുടെ കാതുകളിലും പെയ്തിറങ്ങിയ മഴ പോലെ ചെറുതുള്ളികൾ പോലെ പാർന്നിടാൻ ആ പേരിനൊപ്പമുള്ള നാടും അദ്ദേഹം തയ്യാറാക്കി വെച്ചിരുന്നു. എൻ്റെ നാടിനെ എല്ലാവരും അറിയണം. ആ ആഗ്രഹം കൊണ്ടാണ് എൻ്റെ പേരിനൊപ്പം ഞാൻ നാടിൻ്റെ പേര് കൂട്ടിച്ചേർത്തത്. കള്ളിമുണ്ടും തിളങ്ങുന്ന വാച്ചുമായി പാലക്കാടിൻ്റെ ചുടുകാറ്റിനെ പാചകത്തിൻ്റെ പെരുമയിലേക്ക് പറിച്ചു നട്ട ഗോൾഡ് പ്ലേ ബട്ടൺ തലയിൽ വെച്ച് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന വീതികളിലേക്ക് നാം തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. 20-ാം വയസ്സിൽ പ്രവാസി ജീവിതത്തിലേക്ക് വെൽഡർ ജോലിയിലേക്ക് പറന്നിറങ്ങിയ ആ മനുഷ്യന് അവിടെയുള്ള പാചകം വഴി പാചകത്തിന്റെ രസക്കൂട്ടുകളിലേക്ക് ചേക്കേറാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല. കാരണം ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കുന്ന പ്രവാസ ജീവിതത്തെ നമ്മൾ പലർക്കും ആശ്ചര്യമില്ലാതെ നോക്കിക്കാണാൻ കഴിയുന്നതാണ്. അതൊരു സാധാരണ സംഭവം മാത്രമാണ്. സുഹൃത്തായ അഷറഫ് പാചകം ചെയ്യുമ്പോൾ സഹായിയായി നിന്ന് പാചകത്തോടുള്ള തൻ്റെ താല്പര്യവും പാചകത്തെക്കുറിച്ചുള്ള അറിവുകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ ജീവിത പാഠങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞു. ചാനലുകൾ പലതും തുടങ്ങി വെച്ച് ഡിലീറ്റ് ആയി പോവുകയും 5 വർഷത്തിൽ കൂടുതൽ മുഖം കാണിക്കാതെ സ്ലൈഡിംഗ് വീഡിയോസ് പങ്കുവെച്ച് വീട്ടുകാരുടെ വിസമ്മതത്തിലും തൻ്റെ താല്പര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്ന് മുന്നോട്ട് കുതിച്ചു. ഞാൻ പെട്ടെന്ന് കടന്നു വന്നതല്ല എന്ന ആ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ 8 വർഷത്തിലധികമുള്ള അധ്വാനം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് തുറന്നു കാണിക്കുന്നു. ചില കടന്നുവരവുകൾക്ക് കാലതാമസം കണക്കാക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ വിജയത്തിന് നമുക്കറിയാത്ത കഷ്ടപ്പാടിൻ്റെ ഒരു മുഖം കൂടി ഉണ്ടായിരിക്കും. ഫിറോസ് ചുറ്റിപ്പാറ എന്ന പേരിലേക്കുള്ള യാത്രയുടെ ദൂരം, ഒരു നാട്ടിൻ പുറത്തുകാരന്റെ സാമ്രാജ്യത്തിലേക്കുള്ള ദൂരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ടിപ്സ് വ്യാജ മുട്ടയെ കുറിച്ചാണ്. വ്യാജമുട്ട അഥവാ നാടൻ വ്യാജം. ആളുകളായി ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം എന്നും സൃഷ്ടിച്ചിരുന്നു. ഫേസ്ബുക്കും വെബ്സൈറ്റുകളും വഴി കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങി ദൃശ്യഭംഗിയിലൂടെ തനത് സംസാരത്തിലൂടെ നാം ഓരോരുത്തരിലേക്ക് അദ്ദേഹം കയറിക്കൊണ്ടിരുന്നു. പാലക്കാട് എലപ്പുള്ളി ചുറ്റിപ്പാറ എന്ന സ്ഥലത്ത് ഉമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നിന്ന് യൂട്യൂബ് എന്ന സാഗരത്തിലേക്ക് തനിക്കറിയാവുന്ന ക്രാഫ്റ്റ് വർക്കുകളുമായി കടന്നു വരികയും പിന്നീട് പാചകത്തിൽ അന്യഭാഷ ചാനലുകളിൽ നിർമ്മിച്ച പ്രചോദനം ഉൾക്കൊണ്ട് മലയാളികൾക്കായി മലയാളിയുടെ സ്വന്തം കുക്കിംഗ് ചാനൽ പടുത്തുയർത്തി അദ്ദേഹം സുപരിചിതനായി. എനിക്ക് ആരെങ്കിലും സഹായിക്കുന്നത് ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ കുറച്ചുകൂടി അളവ് കൂടിയാൽ അത് മറ്റുള്ളവർക്ക് നൽകാമല്ലോ എന്ന് അദ്ദേഹം സ്വയം തിരിച്ചറിയുകയും പാവപ്പെട്ടവർക്കായി തന്നാൽ കഴിയുന്നത് പോലെ പണ്ട് മുതൽ തന്നെ ശേഖരിച്ചു വെക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. വെള്ളം കൂടി പോയിട്ടാ തൈരിൽ ഇത്ര വെള്ളം ഒഴിക്കാൻ പാടില്ല. ഓക്കെ കഴിക്കട്ടാ. കേരളത്തിന്റെ അഭിമാനമായി യൂട്യൂബിന്റെ മീറ്റപ്പിനായി വിളിക്കപ്പെടുകയും വ്യത്യസ്തത കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന പാചകത്തിന്റെ ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മെ കയറാൻ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം ഫിറോസിക ഒരു ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോകൾ കാണുന്ന നമ്മളും കഴിക്കുന്നവരും മനസ്സ് നിറഞ്ഞാണ് പിരിയുന്നത്. 8500 രൂപയുമായി ആദ്യ വരുമാനമായി കടന്നു വന്ന മനുഷ്യൻ ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചാനലുകളൊന്നിന്റെ ഉടമയായി മാറിയിരിക്കുന്നു. നിബന്ധനകൾ അനുസരിച്ച് യൂട്യൂബിൽ അറിവുകൾ കരസ്ഥമാക്കി സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഒരു സാധാരണക്കാരൻ, ഒരു നാട്ടിൻ പുറത്തുകാരൻ കഷ്ടപ്പാട് കൊണ്ട് പടുത്തുയർത്തിയ സാമ്രാജ്യം നമ്മുടെ ഫിറോസിക്കയുടെ സാമ്രാജ്യം. 10-15 മിനിറ്റുള്ള ഓരോ വീഡിയോകൾക്ക് പിന്നിലും ഒരു മനുഷ്യന്റെ അത്യാധ്വാനം തന്നെ സമർപ്പിക്കപ്പെടുന്നുണ്ട്. അതെ,